നമസ്കാരം. നമ്മൾ ഈ കാണുന്ന രൂപം ഇതാരുടേതാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഇതാണ് ഏകപാദമൂർത്തിയുടെ പ്രതിരൂപം. എല്ലാം ശിവൻ തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്ന രൂപം. ഏകപാദത്തിൽ നിൽക്കുന്ന മഹേശ്വരൻ്റെ ഇടതുഭാഗത്ത് വിഷ്ണുവും വലതുഭാഗത്ത് ബ്രഹ്മാവും യഥാക്രമം ഉയർന്നു വരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. സാക്ഷാൽ പരമശിവനെ 3 കണ്ണുകളും ചതുർഭുജങ്ങളുമാണ് ഇവിടെ കാണാൻ കഴിയുക. താഴത്തെ 2 കൈകൾ അഭയമുദ്രയിലും വരദമുദ്രയിലുമാണ് ഉള്ളത്. മുകളിലത്തെ 2 കൈകൾ മാനും മഴുവുമേന്തി നിൽക്കുന്നു. ശിവ ഏകപാദരുടെ ശില്പം വളരെ അപൂർവമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒഡീഷയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലെയും ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ നമുക്ക് ഏകപാദരെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. ഏകപാദരുടെ ഉത്ഭവത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പരാമർശങ്ങളൊന്നും തന്നെയില്ല. മഹാപ്രളയകാലങ്ങളിൽ സർവചരാചരങ്ങളും എന്തിന് ബ്രഹ്മാവും വിഷ്ണുവും പാർവതീദേവി പോലും ഒരേ രൂപത്തിൽ അഭയം തേടുന്നു. അത് സാക്ഷാൽ ഏകപാദ ശിവരൂപത്തിലാണ്. മഹാപ്രളയം നടക്കുന്ന സമയത്ത് ഏകപാദർ മാത്രമായിരിക്കും നിലനിൽക്കുക എന്ന് പുരാണങ്ങൾ പറയുന്നു. സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവിൻ്റെ ഒരു കാലും പരിപാലനത്തിൻ്റെ ദേവനായ മഹാവിഷ്ണുവിൻ്റെ ഒരു കാലും ഏകപാദരുടെ 2 വശങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മധ്യത്തിലുള്ള ശിവന്റെ കാൽ മാത്രമാണ് നിലത്ത് ഉറപ്പിച്ചിട്ടുള്ളത്. ശിവന്റെ ഒറ്റക്കാൽ പ്രപഞ്ചത്തെ താങ്ങി നിൽക്കുന്ന തൂണായി കരുതപ്പെടുന്നു. ലോകത്തിൻ്റെ ഉൽപാദനവും സംരക്ഷണവും നാശവും എല്ലാത്തിനും കാരണഭൂതൻ നാം തന്നെയാണ് എന്ന് ഏകപാദ രൂപത്തിൽ ശിവൻ സൂചിപ്പിക്കുന്നു. ശിവൻ എല്ലാ മാർഗങ്ങളുടെയും തുടക്കവും അവസാനവുമാണ്. എല്ലാം ശിവനിൽ നിന്നും ഉദിക്കുകയും അവസാനം അവനിൽ ലയിക്കുകയും ചെയ്യുന്നു. സാക്ഷാൽ പരബ്രഹ്മം. നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കി ഈ വീഡിയോ കണ്ടതിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.